കാരണം ഇപ്പൊ ഞാൻ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ഏതൊരു സാധാരണക്കാരൻ അല്ലെങ്കിൽ വേറൊരു സാധാരണ ജോലി ചെയ്യുന്നവനാണെങ്കിലും അവിടെ ഈക്വലാണ്. എനിക്കവിടെ പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. അവൻ ചെയ്യുന്ന അതേ വർക്കാണ് ആ സംഘടനയിൽ ഞാനും ചെയ്യേണ്ടത്. ഓക്കെ. അതാണ് ആ സംഘടനയുടെ ബ്യൂട്ടി. ഓഹ്! അതാണ് ആ സംഘടനയെ കൂടുതൽ ഭംഗിയാക്കുന്നത്. ഓക്കെ. അല്ലാതെ എനിക്ക് ബിജു ഒരു ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് ബിജു ആ വർക്ക് ചെയ്യാൻ പാടില്ല പാടില്ല. ആ. എന്നില്ല. ഏതൊരു മെമ്പറും ചെയ്യുന്ന അതില് ചിലപ്പോ എനിക്കിപ്പോ അതിന്റേതായ ഔദ്യോഗികമായിട്ട് ചില സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ചിലപ്പോ ചില മാറ്റങ്ങളൊക്കെ ജോലികളിൽ വരാം. മാറ്റങ്ങളുണ്ടാവും. ഉം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഏതൊരു മെമ്പർക്കും അവിടെ ഒരു ഒരേപോലെ തുല്യത. ഒരേ സ്ഥാനമാണ്. അതെ. അല്ലേ? അതാണ് ആ സംഘടനയുടെ ഭംഗി. ഓക്കെ. അപ്പൊ ദുബായില് നിങ്ങളുടെ സംഘടന എന്തൊക്കെയാണ് ദുബായില് ചെയ്യുന്നത്? അവിടെ എല്ലാത്തരം സാംസ്കാരിക രംഗത്തുണ്ട്. ആ. പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റിയുടെ ഉം. 10,000-ത്തോളം മെമ്പർമാര് ഒത്തുചേർന്ന ഒരു സംഘടനയാണ്. ഉം. അതില് ഇപ്പോ കേരളോത്സവം പോലുള്ള വലിയ വലിയ അതായത് യുഎഇനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ജനക്കൂട്ടം ഉള്ള ഒരു പ്രോഗ്രാമാണ് കേരളോത്സവം. അതെ. അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്താറുണ്ട്, കേട്ടിട്ടുണ്ടാവും. ഉം. അപ്പോൾ എല്ലാ വർഷവും അത് നടന്നു പോകുന്നുണ്ട്. അതെ. അത് കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ എല്ലാത്തരം കലാരൂപങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ വലിയൊരു വലിയൊരു പ്ലാറ്റ്ഫോം. അതൊക്കെ വന്നൊരു തവണ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അത് മനസ്സിലാകും.